കേരളത്തിലെ വ്യത്യസ്ത റീത്തുകൾ ദൈവത്തിൻ്റെ മഹത്വം പേറുന്നവയാണ്. ഞാനിത് പറയുന്നത് ലത്തീൻ സീറോ മലബാർ സഭകൾ തമ്മിലൊക്കെ വിരോധം കുത്തിയിളക്കുവാനായി പരിശ്രമിക്കുന്ന ആളുകളോടാണ്. ഒരു വചനം പറയട്ടെ. സഭാപ്രസംഗകൻ 4:12. ഒറ്റയ്ക്കായിരിക്കുന്നവനെ കീഴ്പ്പെടുത്താൻ സാധിച്ചേക്കാം, രണ്ടുപേരാണെങ്കിൽ ചെറുക്കാൻ കഴിയും. മുപ്പിരി ചരട് വേഗം പൊട്ടുകയില്ല. ലത്തീൻ സഭയുടെ മുഖപത്രമായ ജീവനാദത്തിൽ കൽദായ മെത്രാൻ യാക്കൂബ് അബൂന മാർത്തോമായെ കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യർ സഭാ നേതൃത്വത്തിന് അയച്ച കത്തുകളിൽ മെത്രാന്റെ സേവനത്തെക്കുറിച്ച് വിവരിക്കുന്നയിടത്ത് തദ്ദേശീയരായ മാർത്തോമ വിശ്വാസികളെ വത്തിക്കാനുമായി ബന്ധപ്പെടുത്തുന്നതിനായി മെത്രാൻ ചെയ്ത സേവനങ്ങൾ വിവരിക്കുന്നു. ലത്തീൻ റീത്തിലെ കൂദാശ പരികർമ്മങ്ങൾ അദ്ദേഹം പരിശീലിച്ചെടുത്തുവത്രേ. അദ്ദേഹത്തിന്റെ വൈദിക വിദ്യാർത്ഥികളെ മിഷണറിമാരുടെ സെമിനാരിയിൽ ചേർത്ത് പരിശീലിപ്പിക്കുകയും ചെയ്തു. ഒരു ചെറു സമൂഹമായി മാർപ്പാപ്പയുടെ നേതൃത്വത്തിലേക്ക് വെറും കൈയോടെ കടന്നു വന്ന മാറിവാനിയോസ് തിരുമേനിയെ നമുക്ക് മറക്കാനാവില്ല. എന്തായിരിക്കും ഈ പുണ്യാത്മാക്കൾ ഇത്തരത്തിൽ പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് ഉറ്റുനോക്കിയത്? ഒന്നാമത്, അത് ദൈവത്തിന്റെ തീരുമാനമാണ്. മാനുഷിക തലത്തിൽ അത് മറ്റാർക്കും തകർക്കാനാകാത്ത മുപ്പിരി ചരടിന്റെ വചനം നൽകുന്ന സംരക്ഷണമാണ്. കേരളത്തിലെ പൊട്ടിക്കാനാകാത്ത മുപ്പിരി ചരടാണ് ലത്തീൻ സീറോ മലബാർ മലങ്കര റീത്തുകൾ. റീത്തുകളായി തുടരാനും ഐക്യത്തിൽ ഒന്നായിരിക്കുവാനും സഭയിൽ തീരുമാനമുണ്ടായി എങ്കിൽ പിന്നെ അത് ദൈവത്തിന്റെ തീരുമാനമാണ്. അതിനെ എത്രത്തോളം ക്രിസ്തീയമായി ആഘോഷിക്കാം എന്നതാണ് ഇനി ദൈവമക്കൾ ആലോചിക്കേണ്ടത്. ഒരു കുടുംബത്തിന്റെ വ്യത്യസ്ത ശാഖകൾ പോലെ, ഒരപ്പന്റെ മക്കളെ പോലെ നമ്മെ ഒന്നാക്കുന്ന എന്തെല്ലാം മഹത്തരമുള്ള ചിന്തകളുണ്ട്. ആർക്കാണ് എതിർപ്പുണ്ടാകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ 3 റീത്തുകളെയും അതാത് വഴികളിൽ വളർത്തിയത് ദൈവത്തിന്റെ വിശുദ്ധരാണ്. വ്യത്യസ്തരായിരിക്കെ സ്നേഹത്തിൽ ഒന്നാകാൻ അവർക്കാകുന്നു. എന്നാൽ വേദനാജനകമായ മുറിവുകൾ, ജാതീയമായ വേർതിരിവുകൾ ഇതൊക്കെ സൃഷ്ടിക്കുന്നത് പിശാചിന്റെ പൈതൃകം പേറുന്നവരാണ്. ജാതിയും ഉച്ചനീചത്വങ്ങളും പിശാച് നൽകുന്ന റാങ്കുകൾ മാത്രമാണെന്നും ദൈവമക്കൾക്ക് വ്യത്യസ്ത ജാതി ഉണ്ടാകുക അസാധ്യമാണെന്നും അറിയാവുന്നവൻ പിശാച് നൽകിയ റാങ്കിൽ അഭിമാനിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ ക്രിസ്തുവിനുള്ളവനല്ല. എന്താണ് വ്യത്യസ്ത റീത്തുകൾ? ദൈവം ഇസ്രായേൽ ജനതയെ ഒരു സമൂഹമായി വേർതിരിച്ച് വളർത്തിയത് ക്രൈസ്തവ ആത്മീയതയെ വളർത്തുവാൻ അവർ ഒരു അടിസ്ഥാനമാകാനായിരുന്നില്ലേ? അതുപോലെ വ്യത്യസ്ത ഉത്തരവാദിത്തങ്ങൾ നൽകിയാണ് വിവിധ റീത്തുകളെ ദൈവം കേരളത്തിൽ നിയോഗിച്ചതെന്ന് നമുക്ക് ചരിത്രത്തിലൂടെ ഓടിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം. ലത്തീൻ സഭയിലെ അംഗമാണ് കേരള സഭയിലെ ആദ്യത്തെ അൽമായ വിശുദ്ധനായ ദേവസഹായം പിള്ള. അദ്ദേഹത്തെ പോലെ സമൂഹത്തിലെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചിരുന്ന ലത്തീൻ സഭയെ ദൈവം ഭരമേൽപ്പിച്ചത് സമൂഹത്തിൽ പുറന്തള്ളപ്പെട്ടു പോയ എല്ലാവരെയും ദൈവത്തോട് ചേർത്ത് നിർത്തി ദേവാലയത്തിനുള്ളിൽ പ്രവേശനം നൽകി എല്ലാ ഉന്നതന്മാരോടും ഒപ്പം സമന്മാരായി തോളോട് തോൾ ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ അവസരമുണ്ടാക്കാനാണ്. ലത്തീൻ സഭ വലിയൊരു മിഷൻ പ്രവർത്തനത്തിന് തുടക്കമിട്ടു. മറ്റു റീത്തുകളിലും സാധാരണക്കാർ ഉണ്ടായില്ല എന്നല്ല, അവരെ തിരിച്ചറിയുക പ്രയാസമായി തീരും വിധം ലയിച്ചുപോയി. എന്നാൽ ലത്തീൻ സഭയിൽ വരേണ്യവർഗം അകത്തി നിർത്തിയിരുന്നവരുടെ ബാഹുല്യം കൊണ്ട് ധന്യമായി. പ്രാർത്ഥനകളോ ദൈവാരാധനയോ ഒരു വിധത്തിലും വശമില്ലാതിരുന്ന ഒരു സമൂഹത്തെ അത് പഠിപ്പിച്ചെടുക്കുവാനുള്ള ഉത്തരവാദിത്തം ലത്തീൻ സഭ ഭംഗിയായി നിർവഹിച്ചു. മറ്റു റീത്തുകളിൽപ്പെട്ടവരാകട്ടെ കേരളത്തിന് പുറത്തും ലോകം മുഴുവനും ലത്തീൻ സഭാ നേതൃത്വം നൽകുന്ന മിഷൻ പ്രവർത്തനങ്ങളിൽ ആത്മാർത്ഥമായി സഹകരിച്ചു കൊണ്ടിരുന്നു. ഇങ്ങനെയാണ് വിശുദ്ധർ നേതൃത്വം നൽകിയ റീത്തുകളുടെ ദൈവിക മുന്നേറ്റം സംഭവിച്ചത്. സീറോ മലബാർ സഭയിൽ എന്താണ് സംഭവിച്ചത്? ലത്തീൻ സഭ പ്രാദേശികമായ മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ മിഷൻ ജനതയുടെ ബാഹുല്യം അത്രത്തോളം ഇല്ലാതിരുന്ന സീറോ മലബാർ സഭയെ ദൈവം കടുത്ത ആത്മീയ പരിശീലനത്തിലൂടെ കടത്തിവിടുകയായിരുന്നു. കേരളത്തിലെ എല്ലാ റീത്തുകൾക്കും ഉണർവേകുന്ന നിരവധി ധ്യാന കേന്ദ്രങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഉയരാനുള്ള ആത്മീയ വിസ്ഫോടനത്തിനുള്ള ഒരുക്കമായിരുന്നു അത്. മറ്റുള്ള റീത്തുകളിൽ വൈദികരായി മാറിയ പലർക്കും ഇത്തരം ധ്യാന കേന്ദ്രങ്ങളിൽ വെച്ചോ അവരുടെ പ്രവർത്തന ഫലമായി ഉണ്ടായ ഒരു ഉൾവിളിയുടെ കഥ പറയാനുണ്ടെന്നത് ഞാൻ നേരിട്ട് മനസ്സിലാക്കിയ യാഥാർത്ഥ്യമാണ്. സീറോ മലങ്കരയാകട്ടെ വ്യത്യസ്തമായ ഒരു മിഷൻ മേഖലയിലൂടെ മുന്നേറുന്നു. ചില കുടുംബങ്ങൾ മിഷനിലും മറ്റൊരു കുടുംബം ആത്മീയ പരിപോഷണത്തിലും ശ്രദ്ധിക്കുന്ന ഒരു മുന്തിരിയും
വിവിധ ശാഖകളുമെന്ന യേശുനാഥന്റെ വിശുദ്ധമായ കാഴ്ചപ്പാടാണിതെന്ന് അറിഞ്ഞ ദൈവത്തിന്റെ വിശുദ്ധർ അവരുടെ ജോലി ചെയ്തു. പിന്നെ ആരാണ് വെറുപ്പിന്റെ ആത്മാക്കൾ? എല്ലാ റീത്തിനും അഭിമാനിക്കാനും സന്തോഷിക്കാനും കാരണങ്ങൾ ഉണ്ടായിരിക്കെ ക്രൈസ്തവമല്ലാത്ത കാരണങ്ങൾ കണ്ടെത്തി ദുരഭിമാനം പുലർത്തുകയും അപമാനഭാരം പേറുകയും ചെയ്യാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന പിശാചിന്റെ മക്കൾ വൈരാഗ്യ ബുദ്ധിയുടെ കളകൾ വിതച്ചുകൊണ്ട് ദൈവത്തിന്റെ വയലിൽ കുഴപ്പം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിന്റെ ഇടപെടൽ വൈകുന്നതിന്റെ കാരണം ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിനാൽ പിശാചിന്റെ കളകളും പേറി ഏതെങ്കിലും വീഡിയോയും തെളിവുകളുമായി സോഷ്യൽ മീഡിയയിൽ വ്യാപരിക്കുന്നവരെ നമ്മൾ ആത്മീയതയുടെ കരുത്തുകൊണ്ട് തള്ളണം. അവരോട് ചോദിക്കുക, നിങ്ങൾ ഏതോ റീത്താണെന്നല്ലേ പറഞ്ഞത്? അതേ എന്നവർ പറയും. എന്ന് പറഞ്ഞാൽ ആത്മീയർ അല്ലേ? വീണ്ടും വരും, അതെ. അപ്പോൾ തമ്മിലടിപ്പിക്കാനല്ലാതെ പരസ്പരം സ്നേഹിക്കാൻ എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി തരാമോ എൻ്റെ ആത്മീയ എന്ന് ചോദിച്ചുകൊണ്ട് നിർത്തണം. ആ വഴിക്ക് പറഞ്ഞു വിടണം. തമ്മിലടിക്കാൻ നമുക്ക് 1000 കാരണങ്ങൾ കാണും, എന്നാൽ സ്നേഹിക്കാൻ ഒരൊറ്റ കാരണം മതി, യേശു. യേശു. പിതാവേ, നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന് അവിടുന്ന് എനിക്ക് നൽകിയ മഹത്വം ഞാൻ അവർക്ക് നൽകിയിരിക്കുന്നു എന്ന് യോഹന്നാൻ 17:22 എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ മനസ്സിലാക്കൂ. ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ജാതിയോ റീത്തോ ഉപജാതിയോ അല്ല. ഈ വചനപ്രകാരം ദൈവത്തിന്റെ മഹത്വം എന്ന് പറയുന്നത് ഐക്യമാണ്. അതില്ലാത്തവന് വചനപ്രകാരം ഒരു മഹത്വവുമില്ല. അതേസമയം ഓരോരുത്തർക്കും ദൈവം നൽകിയ പാരമ്പര്യത്തിന്റെയും ഓരോരുത്തരിലൂടെയും സംഭവിച്ച നന്മകളുടെയും ഗവേഷണങ്ങളും കണ്ടെത്തലുകളും നടത്തി പരസ്പരം പങ്കുവെച്ചും പരസ്പരം അഭിനന്ദിച്ചും ആനന്ദിക്കൂ. സ്നേഹം ഊഷ്മളമാകുകയുള്ളൂ. ഇനി നിങ്ങൾ തീരുമാനിക്കൂ. സ്നേഹത്തോടെ, ജോസഫ് ദാസൻ.